Business Studies, Chapter 7, Formation of a Company, Audio Overview. നമസ്കാരം. ഒരു കമ്പനി എങ്ങനെയാണ് രൂപീകരിക്കുന്നത് എന്ന ഈ ചാപ്റ്റർ ചിലപ്പം കുറച്ച് വലുതാണെന്നൊക്കെ തോന്നാമല്ലേ? പക്ഷെ പേടിക്കാനൊന്നുമില്ല. ഈ ഓഡിയോയിലൂടെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചെടുക്കാം. നമ്മള് ദിവസവും കാണുന്ന ഈ വലിയ കമ്പനികളൊക്കെ ഇല്ലേ, അതൊക്കെ എങ്ങനെയാണ് തുടങ്ങിയതെന്ന് എപ്പോഴെങ്കിലും ഓർത്തു നോക്കിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാല് ഇതെല്ലാം തുടങ്ങുന്നത് ഒരാളുടെ മനസ്സിൽ വരുന്ന ഒരു ചെറിയ ഐഡിയയിൽ നിന്നാണ്. അപ്പോ ആ ഒരു ഐഡിയ നിയമപരമായ ഒരു കമ്പനിയായി മാറുന്ന ആ ഒരു യാത്രയെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ശരി, നമുക്ക് തുടങ്ങാം. ഈ വലിയൊരു പ്രോസസ്സ് കണ്ടിട്ട് പേടിക്കേണ്ട. സത്യത്തിൽ ഇതിന് നമുക്ക് വെറും മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് തിരിക്കാം. പരീക്ഷയ്ക്ക് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട 3 സ്റ്റെപ്പുകൾ. ഇതോർത്തുവെച്ചാൽ തന്നെ ഈ ചാപ്റ്റർ പകുതി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഘട്ടം അതാണ് പ്രൊമോഷൻ. ഈ വാക്ക് കേൾക്കുമ്പോൾ വേറൊന്നും ചിന്തിക്കേണ്ട. ഇതാണ് തുടക്കം. ഒരു ബിസിനസ് ഐഡിയ കണ്ടെത്തുന്നു, എന്നിട്ട് അതിനെ ഒരു യഥാർത്ഥ ബിസിനസ്സാക്കി മാറ്റാൻ വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പുകൾ വെക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോ ഈ ജോലിയൊക്കെ ആരാണ് ചെയ്യുന്നത്? ആ ആളിനെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നത്. ഒരു ബിസിനസ് ഐഡിയ കണ്ടുപിടിക്കുക, അത് നടക്കുമോ എന്ന് പഠിക്കുക, അതിന് വേണ്ട പൈസയും മറ്റു കാര്യങ്ങളും എവിടെ നിന്ന് കിട്ടുമെന്ന് കണ്ടെത്തുക. ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ട എല്ലാ ആരംഭിക ജോലികളും ചെയ്യുന്നത് ഈ പ്രൊമോട്ടർമാരാണ്. ഒരു പ്രൊമോട്ടറുടെ പ്രധാന ജോലികൾ എന്തൊക്കെയാണെന്ന് സിമ്പിളായിട്ട് നോക്കാം. ഒന്നാമതായി ഒരു ബിസിനസ് അവസരം കണ്ടെത്തുന്നു, അല്ലേ? രണ്ടാമത് ഫീസിബിലിറ്റി സ്റ്റഡീസ് നടത്തുന്നു. അതായത് ഈ ഐഡിയ പ്രായോഗികമാണോ, ഇത് ചെയ്താൽ ലാഭം കിട്ടുമോ, ഇതുണ്ടാക്കാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടോ എന്നൊക്കെ വിശദമായിട്ട് പഠിക്കും. അത് കഴിഞ്ഞാൽ കമ്പനിക്കൊരു പേര് കണ്ടുപിടിച്ച് അതിന് അംഗീകാരം വാങ്ങുന്നു. അവസാനം നിയമപരമായി വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കുന്നു. ഇനി നമ്മൾ ഈ പ്രൊമോഷൻ ഘട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗത്തേക്കാണ് വരുന്നത്. പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന 2 ഡോക്യുമെന്റുകളെക്കുറിച്ച്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ ഉയർന്ന മാർക്ക് ഉറപ്പാണ്. അതിലെ ആദ്യത്തെ ഡോക്യുമെന്റാണ് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ MOA. ഇത് ഓർത്തുവെക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. MOAയെ കമ്പനിയുടെ ഒരു പാസ്പോർട്ടായിട്ട് സങ്കൽപ്പിക്കുക. ഒരു പാസ്പോർട്ട് പോലെ കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാം, എവിടെയൊക്കെ പോകാം എന്നതിന്റെ അതിരുകൾ തീരുമാനിക്കുന്നത് ഈ ഡോക്യുമെന്റാണ്. ഈ പാസ്പോർട്ടില് 5 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ ക്ലോസസ് ഉണ്ടെന്ന് വെച്ചോ. നെയിം ക്ലോസ്, കമ്പനിയുടെ പേര് പറയുന്നു. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, കമ്പനിയുടെ അഡ്രസ് ഏത് സ്റ്റേറ്റിലാണെന്ന് പറയുന്നു. ഒബ്ജക്ട്സ് ക്ലോസ് ആണ് ഏറ്റവും പ്രധാനം. കമ്പനിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിലാണ് കൃത്യമായി പറയുന്നത്. ലയബിലിറ്റി ക്ലോസ്, മെമ്പർമാരുടെ ബാധ്യത എത്രയാണെന്ന് തീരുമാനിക്കുന്നു. ക്യാപിറ്റൽ ക്ലോസ്, എത്ര രൂപ വരെ ഷെയറുകളായി സമാഹരിക്കാമെന്ന് വ്യക്തമാക്കുന്നു. ഇനി രണ്ടാമത്തെ ഡോക്യുമെന്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അഥവാ AOA. പാസ്പോർട്ട് പുറത്തുള്ള കാര്യങ്ങൾക്കാണ്. പക്ഷേ കമ്പനിയുടെ ഉള്ളിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കണം, അതിനൊരു റൂൾ ബുക്ക് വേണ്ടേ? അതാണ് AOA. കമ്പനിയുടെ ഡെയിലി കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം, ഡയറക്ടർമാരുടെ പവർ എന്താണ്, മീറ്റിംഗുകൾ എങ്ങനെ കൂടണം എന്നൊക്കെയുള്ള നിയമങ്ങളാണ് ഈ റൂൾ ബുക്കിലുണ്ടാവുക. അപ്പോൾ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: എന്താണ് ഈ പാസ്പോർട്ടും റൂൾ ബുക്കും, അതായത് MOAയും AOAയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? നമുക്കതൊന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കാം. നോക്കൂ, MOA ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്. AOA അതിന് താഴെ വരുന്ന ഒന്നാണ്. MOA കമ്പനിയും പുറം ലോകവും തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ AOA കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ശ്രദ്ധിക്കണേ, MOAയിൽ പറയാത്ത ഒരു കാര്യം കമ്പനി ചെയ്താൽ അത് അസാധുവാണ്. അത് പിന്നീട് ശരിയാക്കാൻ പറ്റില്ല. പക്ഷേ AOAയിലെ ഒരു റൂൾ തെറ്റിച്ചാൽ അത് പിന്നീട് മെമ്പർമാർക്ക് ഒരുമിച്ച് തീരുമാനിച്ചാൽ ശരിയാക്കാൻ സാധിക്കും. ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നമ്മുടെ യാത്രയിലെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തി. സ്റ്റേജ് 2, ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ. ഇതിനെ സിമ്പിളായിട്ട് കമ്പനിയുടെ ജനനം എന്ന് പറയാം. അതായത് കമ്പനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഘട്ടം. ഇവിടെയാണ് കമ്പനി നിയമപരമായിട്ട് ഉണ്ടാവുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങൾ വളരെ എളുപ്പമാണ്. പ്രൊമോട്ടർമാർ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന സർക്കാർ ഓഫീസിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ MOA, AOA പോലുള്ള ഡോക്യുമെന്റ്സും കൊടുക്കുന്നു. ആവശ്യമായ ഫീസും അടക്കുന്നു. രജിസ്ട്രാർ ഇതെല്ലാം നോക്കി ശരിയാണെന്ന് കണ്ടാൽ നമുക്ക് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് തരും. അത്രയുള്ളൂ. അതുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റിനെ കമ്പനിയുടെ ജനന സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു പേപ്പർ കിട്ടുന്ന ആ നിമിഷം മുതലാണ് കമ്പനിക്ക് നിയമപരമായി ഒരു സ്വന്തം അസ്തിത്വം കിട്ടുന്നത്. അത് നമ്മളെപ്പോലെ ഒരു നിയമപരമായ വ്യക്തിയായി മാറുന്നു.
ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു നിയമവശം പറയാം. ഈ സർട്ടിഫിക്കറ്റ് ഒരു കൺക്ലൂസീവ് എവിഡൻസ് ആണ്. അതായത് ഇതൊരു ഫൈനൽ പ്രൂഫാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഈ കമ്പനി ശരിക്കും ഉള്ളതാണോ എന്ന് നിയമപരമായി ചോദ്യം ചെയ്യാൻ പറ്റില്ല. രജിസ്ട്രേഷൻ സമയത്ത് എന്തെങ്കിലും ചെറിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പിന്നെ കമ്പനി നിയമപരമായി നിലവിലുണ്ട്. ഇനി നമ്മുടെ അവസാനത്തെ ഘട്ടം, സ്റ്റേജ് 3, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ, അതായത് മൂലധനം സമാഹരിക്കൽ. ഒരു കാര്യം ഓർക്കുക, ഈ സ്റ്റേജ് എല്ലാ കമ്പനികൾക്കും ആവശ്യമില്ല. പബ്ലിക് കമ്പനികൾക്ക് മാത്രം മതി. അതായത് സാധാരണ ജനങ്ങളിൽ നിന്ന് ഷെയർ വഴി പണം സ്വരൂപിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ മാത്രം ഈ ഘട്ടത്തിലൂടെ പോയാൽ മതി. അപ്പോൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങണമെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യണം. മാർക്കറ്റ് റെഗുലേറ്ററായ സെബിയുടെ പെർമിഷൻ വാങ്ങണം. പിന്നെ പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഒരു ഇൻവിറ്റേഷൻ കൊടുക്കണം. നമ്മൾ കല്യാണത്തിനൊക്കെ ക്ഷണിക്കുന്ന പോലെ ഷെയർ വാങ്ങാൻ ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു ഡോക്യുമെന്റാണിത്. അതിനുശേഷം മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പൂർത്തിയാക്കണം. എന്താണ് ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ? ഒന്നുമില്ല. സെബിയുടെ നിയമമനുസരിച്ച് ഒരു കമ്പനി 10 ഷെയർ വിൽക്കാൻ വെച്ചാൽ അതിൽ കുറഞ്ഞത് 90 ഷെയറെങ്കിലും വാങ്ങാൻ ആളുകൾ അപേക്ഷിക്കണം. അങ്ങനെ 90% അപേക്ഷ കിട്ടിയില്ലെങ്കിൽ ആ ഷെയർ വിൽപ്പനയങ്ങ് ക്യാൻസൽ ചെയ്യും. കിട്ടിയ പണം എല്ലാവർക്കും തിരികെ കൊടുക്കണം. അത്രയുള്ളൂ. ശരി, അപ്പൊ നമ്മൾ 3 ഘട്ടങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് പരീക്ഷയ്ക്ക് എങ്ങനെ പരമാവധി മാർക്ക് വാങ്ങാം എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഗെയിം പ്ലാൻ. പരീക്ഷയിൽ എപ്പോഴും കുട്ടികൾക്ക് തെറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ചോണേ. ഒന്ന്, പ്രിലിമിനറി കോൺട്രാക്ട്സ്. ഇത് പ്രൊമോട്ടർമാർ കമ്പനി ഉണ്ടാകുന്നതിന് മുമ്പ് ഒപ്പിടുന്ന കരാറുകളാണ്. അതുകൊണ്ട് കമ്പനിക്ക് അതിലൊരു ഉത്തരവാദിത്വവുമില്ല. 2, AOAയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ. ഇത് കമ്പനി ഉണ്ടായതിനു ശേഷമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഷെയർ ഹോൾഡർമാർക്ക് വേണമെങ്കിൽ അത് പിന്നീട് അംഗീകരിച്ച് ശരിയാക്കാം. ഈ മുമ്പും ശേഷവും എന്ന വാക്ക് ഓർത്തുവെച്ചാൽ മതി. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഈ പോയിന്റ്സ് മാത്രം ഒന്ന് ഉറപ്പിച്ചു വെച്ചാൽ മതി. ആ 3 ഘട്ടങ്ങളുടെ പേര് ഓർഡറിൽ ഓർക്കുക, പ്രൊമോട്ടർ ആരാണെന്ന് പഠിക്കുക, MOAയിലെ 5 ക്ലോസുകളുടെ പേരുകൾ, പിന്നെ നമ്മുടെ പാസ്പോർട്ടും റൂൾ ബുക്കും തമ്മിലുള്ള വ്യത്യാസം, അവസാനം ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യം. ഇത്രയും പഠിച്ചാൽ നല്ല മാർക്ക് ഉറപ്പാണ്. ഈ ചിത്രം നോക്കേ. ഇത് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങാൻ ആദ്യത്തെ 2 സ്റ്റെപ്പ് മതി, പ്രൊമോഷനും ഇൻകോർപ്പറേഷനും. അവർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഉടനെ ബിസിനസ് തുടങ്ങാം. എന്നാൽ ഒരു പബ്ലിക് കമ്പനിക്ക് ഈ 2 ഘട്ടങ്ങളും കഴിഞ്ഞ് ആ 3ാമത്തെ സ്റ്റെപ്പായ പണം സമാഹരണവും പൂർത്തിയാക്കിയാലേ ബിസിനസ് തുടങ്ങാൻ പറ്റും. പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ചയേ ഉള്ളൂ എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഈ പ്ലാൻ പോലെ ചെയ്താൽ മതി. ആദ്യത്തെ 2 ദിവസം ഇത് ശ്രദ്ധിച്ചു കേട്ട് ഒരു നോട്ട് തയ്യാറാക്കുക. അടുത്ത 2 ദിവസം പ്രധാനപ്പെട്ട വാക്കുകളും നിർവചനങ്ങളും മനഃപ്പാടമാക്കുക. 5-6 ദിവസങ്ങളിൽ MOA AOA വ്യത്യാസം പോലുള്ള പ്രധാന ചോദ്യങ്ങൾ എഴുതി പരിശീലിക്കുക. അവസാന ദിവസം ഉണ്ടാക്കിയ നോട്ടുകൾ ഒന്നുകൂടി വേഗത്തിൽ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാപ്റ്റർ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോ ഒരു ഐഡിയ എങ്ങനെ ഒരു വലിയ കമ്പനിയായി മാറുന്നെന്ന് നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഈ അറിവ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മാത്രമല്ല, ഭാവിയിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു നല്ല ആശയം വന്നാൽ അതിനെങ്ങനെ ജീവൻ നൽകണമെന്ന് മനസ്സിലാക്കാനും സഹായിക്കും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും. നന്നായി എഴുതുക.